നമസ്തേ. ഓം ശ്രീമാത്രേ നമ. ശ്രീദേവി അസ്ട്രോളജിക്കൽ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. 5/4/2025 കൊല്ലവർഷം 1200 ആണ്ട് മീനമാസം 22 ഉത്തരായന കാലം വസന്ത ഋതുവിൽ പുണർദം നക്ഷത്രവും ശനിയാഴ്ചയും ശുക്ലപക്ഷ അഷ്ടമി തിഥിയും വരുന്ന ദിവസം സൂര്യോദയം 6:24 AM സൂര്യാസ്തമനം 6:32 PM രാഹുകാലം 9:25 AM മുതൽ 10:56 AM വരെയും ഗുളികകാലം 6:23 AM മുതൽ 7:54 AM വരെയും യമകണ്ഠകാലം 1:58 PM മുതൽ 3:29 PM വരെയുമാണ്. അഭിജിത്ത് മുഹൂർത്തമാകട്ടെ 12:03 PM മുതൽ 12:25 PM വരെയും 12:29 PM മുതൽ 12:51 PM വരെയും ആകുന്നു. ചന്ദ്രാഷ്ടമാകട്ടെ വൃശ്ചിക രാശിക്കാർക്ക്. ഇനി നമുക്ക് ഈ ദിവസത്തിൻ്റെ പ്രത്യേകതകൾ എന്തെല്ലാം? ശനിയാഴ്ചയായതിനാൽ ശനീശ്വരനെ പ്രാർത്ഥിക്കുന്നത്, ചത്തൻ സ്വാമിമാരെ പ്രാർത്ഥിക്കുന്നത്, അതുപോലെ തന്നെ ഹനുമാൻ സ്വാമിയെ പ്രാർത്ഥിക്കുന്നത്, ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ നീരാഞ്ജനം തെളിക്കുന്നതൊക്കെ വളരെ നല്ലതാണ്. കണ്ടകശനി, ഏഴരശനി, ജന്മശനി, അഷ്ടമശനി, അതുപോലെ ശനിദശാകാലം, ശനിയുടെ അപഹാരകാലമൊക്കെ ദശാകാലമായി വന്നിരിക്കുന്നവർക്കും ജീവിതത്തിൽ എല്ലാവിധ കഷ്ടങ്ങളും മാറണമെന്നാഗ്രഹിക്കുന്നവർക്കും ശനിയാഴ്ച ദിവസമായതിനാൽ നീല വസ്ത്രവും കരിനീല വസ്ത്രമോ കറുപ്പ് വസ്ത്രമോ ധരിക്കുന്നത് നന്നായിരിക്കും. അതുപോലെ തന്നെ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ നീരാഞ്ജനം തെളിച്ച് പ്രാർത്ഥിക്കുന്നത് എല്ലാവിധ കഷ്ടങ്ങളും മാറുന്നതിന് സഹായകമാകും. ശാസ്താസ്തുതി സ്ഥാപിക്കുന്നത്, ശബരിമലയിൽ ഉത്സവകാലമായതുകൊണ്ട് ശാസ്താക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നതും ശരണം വിളിക്കുന്നതും അയ്യപ്പസ്വാമിയെ പ്രാർത്ഥിക്കുന്നതുമെല്ലാം കഷ്ടങ്ങൾ മാറുന്നതിന് സഹായകമാകും. ഇനി നമുക്ക് രാശിചക്രത്തിലേക്ക് കടക്കാം. സൂര്യൻ മീനത്തിലും ചന്ദ്രൻ മിഥുനത്തിലും ചൊവ്വ കർക്കിടകത്തിലും ബുധൻ മീനത്തിലും ഗുരു ഇടവത്തിലും ശുക്രൻ ഇടവത്തിലും മന്ദൻ മീനത്തിലും സർപ്പി മീനത്തിലും ശിഖി കന്യയിലുമായി ഗ്രഹങ്ങൾ അവരുടെ യാത്ര തുടരുന്നു. ഗുളികോദയമാവട്ടെ മേടൻ രാശിയിലും ഉദയം മീനൻ രാശിയിലുമാണ്. ഇനി ഈ രാശിചക്രപ്രകാരം 27 നക്ഷത്രക്കാർക്കും എന്തെല്ലാം ഗുണഫലങ്ങളാണ് ഉണ്ടാകുന്നത് നമുക്ക് നോക്കാം. മേടം രാശി. മേടം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം സാമ്പത്തിക സ്ഥിതി തൃപ്തികരമായിരിക്കും. ക്രയവിക്രയ രംഗത്ത് സാമ്പത്തിക നേട്ടം പ്രതീക്ഷിക്കാം. കുടുംബത്തിൽ സ്വസ്ഥതയും സമാധാനവും കൈവരിക്കും. പുറമേ നിന്നുള്ള സഹായങ്ങൾ സ്തംഭനാവസ്ഥയിലാകും. അയൽക്കാരുമായി കലഹിക്കുന്നതിനുള്ള സാധ്യത കാണുന്നു. സ്നേഹിതന്മാരിൽ നിന്നും ചതിവ് പറ്റാതിരിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ബന്ധുജന ഗുണം ഉണ്ടാകും. പുതിയ വാഹനം വാങ്ങുന്നതിനുള്ള അവസരം വന്നു ചേരും. പൊതുജന പിന്തുണ ലഭിക്കും. സന്താനങ്ങൾക്ക് ജോലിയിൽ ഉയർച്ചയുണ്ടാകും. ഉന്നത വിദ്യാഭ്യാസം, അവർ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള കോഴ്സുകൾ പഠിക്കുന്നതിനുള്ള സാധ്യതകളും സന്തതികൾക്ക് വന്നു ചേരുന്നു. സന്താനങ്ങളുടെ വിവാഹ കാര്യത്തിലും തീരുമാനങ്ങൾ വന്നു ചേരുന്ന ദിവസമാണ്. ഔദ്യോഗിക രംഗത്ത് സ്ഥാനക്കയറ്റം പ്രതീക്ഷിക്കാം. വിഷഭയം വരാതിരിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഭക്ഷണകാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധ വേണം. എട്ടുകാലി വിഷം, അതുപോലെ തന്നെ മറ്റ് അശുദ്ധികൾ, ഗൗളിക്കാട്ടുമൊക്കെ വീഴാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഭക്ഷണപാനീയങ്ങൾ അടച്ചു വെച്ച് സൂക്ഷിക്കുന്നത് വളരെ നന്നായിരിക്കും. വിഷചികിത്സ ആവശ്യമായി വരുന്ന ദിവസമാണ്. അത് മരുന്ന് മാറിക്കഴിച്ചു പോലും വിഷചികിത്സ അല്ലെങ്കിൽ ഭക്ഷണത്തിൽ
അസ്വാസ്ഥ്യങ്ങൾ ഭക്ഷണം കഴിക്കുന്നത് മൂലം അസ്വാസ്ഥ്യങ്ങൾ വന്നു ചേരാം. രാശിനാഥനായ സുബ്രഹ്മണ്യ സ്വാമിയെ പ്രാർത്ഥിക്കുന്നതോടൊപ്പം ഹനുമാൻ സ്വാമിയെയും ധർമ്മശാസ്താവിനെയും പ്രാർത്ഥിക്കുന്നത് കൂടുതൽ ഗുണഫലങ്ങൾ നൽകും. ഇടവം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ശത്രുശല്യങ്ങൾ കുറഞ്ഞു കിട്ടുന്ന സമയമാണ്. ഔദ്യോഗിക രംഗത്ത് സ്ഥാനമാനങ്ങൾ പ്രതീക്ഷിക്കാം. തസ്കര ശല്യം ഉണ്ടാവാതിരിക്കാൻ പ്രത്യേകം ആഭരണങ്ങളും പ്രധാനപ്പെട്ട രേഖകളും സൂക്ഷിക്കേണ്ടതാണ്. സഞ്ചാരക്ലേശം വർദ്ധിക്കുന്നതിനുള്ള സാഹചര്യം വന്നു ചേരും. കാര്യവിജയം സിദ്ധിക്കും. ദമ്പതികൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ടാകുവാൻ സാധ്യതയുണ്ട്. കരുതിയിരിക്കുക. അപകട ദുരിതങ്ങളിൽ നിന്നും ഈശ്വരാധീനത്താൽ രക്ഷപ്പെടും. തടസ്സപ്പെട്ട് കിടന്നിരുന്ന കാര്യങ്ങൾ വിശകലനം ചെയ്തുകൊണ്ട് പുനരാരംഭിക്കുവാൻ ശ്രമിക്കും. വിദേശ യാത്രാ പ്രവർത്തനങ്ങൾക്കുള്ള ഒരു അനുകൂല അന്തരീക്ഷം വന്നു ചേരും. വാസസ്ഥലത്തിന് മാറ്റം സംഭവിച്ചേക്കാം. മാറി താമസിക്കണമേ എന്ന് ചിന്തിക്കുകയും അതിനുവേണ്ടിയുള്ള ഒരുക്കങ്ങൾ ചെയ്യുകയും ചെയ്യും. ആഗ്രഹ പൂർത്തീകരണത്തിന് കഠിനാധ്വാനം ആവശ്യമായി വരും. ആത്മീയ കാര്യങ്ങൾക്കായി കൂടുതൽ പണം ചിലവഴിക്കും. വിദ്യാർത്ഥികൾക്ക് അത്ര അനുകൂലമായ സാഹചര്യമായിരിക്കില്ല. നിർബന്ധിത കോഴ്സുകൾ പഠിക്കുന്നതിനുള്ള ഒരു സാഹചര്യം വന്നു ചേരും. ഇഷ്ടമില്ലെങ്കിലും അതിൽ പഠിക്കേണ്ടതായ ഒരു സാഹചര്യം അത് ഒത്തുവരുന്നു. സർക്കാർ ജീവനക്കാർക്ക് സ്ഥലം മാറ്റത്തിനുള്ള അപേക്ഷകൾ സമർപ്പിക്കാം. രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് പൊതുജന പിന്തുണ വർദ്ധിക്കും. ഗണപതി ഭഗവാനെ പ്രാർത്ഥിക്കുന്നതും രാശിനാഥയായ മഹാലക്ഷ്മിയെ പ്രാർത്ഥിക്കുന്നതും ധർമ്മശാസ്താവിന് നീരാഞ്ജനം തെളിക്കുന്നതും വിഷ്ണുമായ സ്വാമിയൊക്കെ പ്രാർത്ഥിക്കുന്നതും ഗുണഫലങ്ങൾ വർദ്ധിക്കും. അഷ്ടമി നാളായതുകൊണ്ട് വരാഹി ദേവിയെ കൂടി പ്രാർത്ഥിക്കുമ്പോൾ എല്ലാം ശുഭമായി തീരുന്നതാണ്. മിഥുനം രാശി. ആരോഗ്യസ്ഥിതി പൊതുവിൽ തൃപ്തികരമായിരിക്കും. എന്നിരുന്നാലും ഭക്ഷണക്രമത്തിലെ ശ്രദ്ധക്കുറവ് കൊണ്ടുള്ള അസ്വാസ്ഥ്യം വന്നു ചേരാം. അപ്രതീക്ഷിതമായി ധനനഷ്ടം അല്ലെങ്കിൽ ആശുപത്രിവാസത്തിനുള്ള അസാധ്യതയും തെളിയുന്നു. ക്രയവിക്രയ രംഗത്തെ ഷെയർ മേഖലയിലൊക്കെ അല്പം മാന്ദ്യം വന്നേക്കാം. അയൽക്കാരുമായി കലഹിക്കുവാൻ ഇടയുണ്ട്. സംഭാഷണങ്ങൾ നിയന്ത്രിക്കുന്നത് നന്നായിരിക്കും. പുതിയ വാഹനം വാങ്ങുന്നതിനുള്ള സാഹചര്യം വന്നു ചേരും. ബന്ധുജന ഗുണം പ്രതീക്ഷിക്കാം. സന്താനങ്ങളുടെ വിവാഹ കാര്യത്തിൽ അല്പം തടസ്സം വന്നു ചേരും. സന്താനങ്ങൾക്ക് വേണ്ടി വളരെയേറെ കാര്യങ്ങൾ ചെയ്യണമെന്ന് ആഗ്രഹിക്കുമെങ്കിലും അല്പസ്വല്പം തടസ്സം വന്നു ചേരും. വിലപിടിപ്പുള്ള പ്രമാണങ്ങളും ആഭരണങ്ങളും ഒക്കെ നഷ്ടപ്പെടാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇരിക്കുന്ന സ്ഥലം മാറ്റി സൂക്ഷിക്കുന്നത് നന്നായിരിക്കും. കോടതി വിധികൾ അനുകൂലമായിരിക്കും. വ്യവഹാരങ്ങളിൽ മൊത്തമായി വിജയിക്കുന്നതിനുള്ള സാധ്യത കാണുന്നു. സഞ്ചാരക്ലേശം കുറയും. ഊഹക്കച്ചവടങ്ങളിൽ എടുത്തുചാട്ടം കൊണ്ട് അല്പം നഷ്ടം സംഭവിക്കാം. കരുതിയിരുന്ന് പ്രവർത്തിക്കുക. തൊഴിൽ രംഗത്ത് അനുകൂലമായ സാഹചര്യങ്ങൾ വന്നു ചേരുകയും അതുവഴി മനസ്സമാധാനം ലഭിക്കുകയും ചെയ്യും. ധനാഗമ മാർഗങ്ങൾ വിജയിക്കും. കഠിനാധ്വാനത്തിലൂടെ നഷ്ടപ്പെട്ട ഊർജ്ജസ്വലത വീണ്ടെടുക്കുകയും അതുവഴി മാനസികവും ശാരീരികവുമായ ഒരു ആയാസം ലഭിക്കുകയും ചെയ്യും. രാശിനാഥനായ ശ്രീകൃഷ്ണ ഭഗവാനെ പ്രാർത്ഥിക്കുന്നതോടൊപ്പം ധർമ്മശാസ്താവിനെയും വരാഹി ദേവിയെയും പ്രാർത്ഥിക്കുമ്പോൾ കാര്യങ്ങളെല്ലാം നല്ല രീതിയിൽ നടന്നു കിട്ടും. കർക്കിടകം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഏത് ഉദ്യോഗരംഗത്തുള്ളവർക്കും അവർക്ക് അനുകൂലമായ ഒരു സാഹചര്യം വന്നു ചേരും. സ്ഥലം മാറ്റത്തിനുള്ള ഒരു സാധ്യതയൊക്കെ തെളിഞ്ഞു വരുന്നതാണ്. അർഹിക്കുന്ന പുരോഗതിയും അതുപോലെ അംഗീകാരവും പ്രോത്സാഹനവും ഒക്കെ ലഭിക്കുന്നതിന് മേലധികാരികളുടെ പിന്തുണ ലഭിക്കുന്നതാണ്. രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് പുതിയ വേദികൾ കിട്ടും.
പ്രവർത്തനത്തിൻ്റെ ശൈലി മാറ്റി പ്രവർത്തിക്കുന്നതിനുള്ള സാഹചര്യവും വന്നു ചേരും. സഞ്ചാരക്ലേശം അല്പസ്വല്പം വർദ്ധിക്കും. ബന്ധുജനങ്ങൾക്ക് അരിഷ്ടതകൾ വന്നു ചേരും. സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടും. ക്രയവിക്രയ രംഗത്ത് അപ്രതീക്ഷിത ലാഭം പ്രതീക്ഷിക്കാം. കുടുംബത്തിൽ സ്വസ്ഥതയും സമാധാനവും വന്നു ചേരും. പണമിടപാടുകളിൽ വാക്കുപാലിക്കുവാൻ സാധിക്കും. പൊതുജനങ്ങളുമായി അഭിപ്രായ ഐക്യം ഉണ്ടാകും. സന്താന ഗുണം പ്രതീക്ഷിക്കാം. സന്താനങ്ങളുടെ വിവാഹാദി കാര്യങ്ങളിലും ഉയർന്ന വിദ്യാഭ്യാസ കാര്യങ്ങളിലുമൊക്കെ അനുകൂലമായ തീരുമാനങ്ങൾ എടുക്കും. മുടങ്ങിക്കിടന്നിരുന്ന കാര്യങ്ങൾ പുനരാരംഭിക്കുന്നതിനുള്ള സാധ്യത തെളിഞ്ഞു വരുന്നതാണ്. ബിസിനസ്സിൽ അല്പം ലാഭം പ്രതീക്ഷിക്കാം. പുതിയ തൊഴിൽ സംരംഭങ്ങളിൽ ഏർപ്പെട്ട് വിജയിക്കുവാനുള്ള സാധ്യതയും വന്നു ചേരുന്നു. രാശിനാഥയായ ദുർഗാദേവിയെ പ്രാർത്ഥിക്കുന്നതോടൊപ്പം വരാഹി ദേവിയെയും ധർമ്മശാസ്താവിനെയും വിഷ്ണുമായ സ്വാമിയെയും കുട്ടിച്ചാത്തൻ സ്വാമിയെയൊക്കെ പ്രാർത്ഥിക്കുന്നത് ഗുണഫലങ്ങൾ വർദ്ധിക്കുന്നതിന് സഹായകമാകും. രാശി ചിങ്ങൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഉദ്യോഗാർത്ഥികൾക്ക് നിയമന ഉത്തരവുകൾ ലഭിക്കുന്ന സമയമാണ്. സർക്കാർ ജീവനക്കാർക്ക് പ്രമോഷനുള്ള സാധ്യതയും തെളിഞ്ഞു വരും. അതുവഴി ഒരു സ്ഥലമാറ്റത്തിനുള്ള യോഗവും കാണുന്നുണ്ട്. രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ഒന്നിലേറെ കാര്യങ്ങൾ ഒരേ സമയം ചെയ്യേണ്ടതായും അവരുടെ കഴിവുകൾ പൂർണ്ണമായി തെളിയിക്കുന്നതിനുള്ള ഒരു അവസരം വന്നു ചേരുകയും ചെയ്യും. ആരോഗ്യസ്ഥിതി മെച്ചപ്പെടും. താമസ സ്ഥലത്ത് അഭിവൃദ്ധിയും ധനസമ്പാദനത്തിനുള്ള വഴിയും തെളിഞ്ഞു കിട്ടും. ഒന്നിലേറെ കാര്യങ്ങൾ ഒരേ സമയം ചെയ്യുന്നതിനുള്ള കൃഷി, അതുപോലെ തന്നെ ചെറുകിട വ്യവസായമൊക്കെ ആരംഭിക്കുന്നതിനുള്ള ഒരു പദ്ധതി ആസൂത്രണം ചെയ്യും. ജീവിതം ആസ്വാദ്യകരമായി കൊണ്ടുപോകുന്നതിന് കലാരംഗത്ത് പ്രവർത്തിക്കും. പണച്ചിലവുകൾ വർദ്ധിക്കുമെങ്കിലും പണസമ്പാദനത്തിനുള്ള വിവിധ മാർഗങ്ങൾ ആരായും. സർക്കാർ സർവീസിൽ പ്രവർത്തിക്കുന്നവർക്ക് സ്ഥാനമാറ്റത്തിനുള്ള യോഗം കാണുന്നു. ഔദ്യോഗിക രംഗത്ത് അംഗീകാരം പ്രോത്സാഹനവും ലഭിക്കും. മേലധികാരികളുടെ ആശ്വാസവചനങ്ങൾ അല്ലെങ്കിൽ അഭിപ്രായ തുറന്നു പറച്ചിൽ അല്ലെങ്കിൽ അംഗീകാര സ്വരത്തിൽ അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളെ മറ്റുള്ളവരിലേക്ക് എത്തിക്കുന്നതിന് ഉള്ള ഒരു സാഹചര്യം വന്നു ചേരും. പ്രവർത്തന ശൈലി മറ്റുള്ളവർക്കും സ്വീകാര്യമാകുന്ന രീതിയിൽ പ്രവർത്തിക്കുവാനുള്ള ഒരു ആർജവം വന്നു ചേരും. പുതിയ പുതിയ തന്ത്രങ്ങൾ, പ്രോജക്റ്റുകളിൽ പുതിയ തന്ത്രങ്ങൾ മെനയും. എല്ലാവർക്കും സ്വീകാര്യമാകുന്ന രീതിയിൽ അത് വിശദീകരിച്ചു കൊടുക്കുന്നതിനുള്ള ഒരു ക്ലാസ് ഒക്കെ എടുക്കുന്നതിനുള്ള യോഗം കാണുന്നു. വിദേശ യാത്രാ പരിശ്രമങ്ങൾ സഫലീകരിക്കും. തീർത്ഥാടനത്തിന് അവസരം ലഭിക്കും. നഷ്ടപ്പെട്ട സാധനങ്ങൾ അല്ലെങ്കിൽ നഷ്ടപ്പെട്ട സാഹചര്യങ്ങൾ തിരികെ പിടിക്കുന്നതിനുള്ള ശ്രമം വിജയിക്കും. കഠിനാധ്വാനത്താൽ ദിവസം കൂടുതൽ സന്തോഷകരമാക്കി തീർക്കുവാൻ ശ്രമിക്കും. ഇണയുടെയും തുണയുടെയും സഹായം ഇതിന് വന്നു ചേരുകയും ചെയ്യും. കുടുംബ ഐക്യം നിലനിർത്തുന്നതിനായി കുടുംബ സംഗമങ്ങളൊക്കെ വിളിച്ചുകൂട്ടും. അന്നദാനമൊക്കെ നടത്തുന്നതുമൂലം ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ ദർശനത്തിനായി ഒരുങ്ങുകയും ധർമ്മശാസ്താവിനെ പ്രാർത്ഥിക്കുകയും അതുപോലെ തന്നെ വരാഹി ദേവി ക്ഷേത്രത്തിൽ ദർശനം നടത്തി ശക്തിക്കൊത്ത വഴിപാടുകളൊക്കെ കഴിക്കുമ്പോൾ, രാശിനാഥനായ സൂര്യഭഗവാനെ പ്രാർത്ഥിക്കുമ്പോൾ ദിവസം കൂടുതൽ കാര്യക്ഷമമായി തീരുന്നതാണ്. കന്നിരാശി വിദ്യാർത്ഥികൾക്ക് അനുകൂലമായ സാഹചര്യമാണ്. ഇഷ്ടപ്പെട്ട വിഷയങ്ങൾ തിരഞ്ഞെടുത്ത് പഠിക്കുന്നതിനുള്ള സാധ്യതകൾ വന്നു ചേരും. മനസ്സിന് ഉന്മേഷമുള്ള കലാ കായിക രംഗങ്ങളിൽ പ്രവർത്തിക്കുവാനുള്ള സാഹചര്യവും വന്നു ചേരും.
മേലധികാരികളിൽ നിന്നും അതൃപ്തിക്കുള്ള സാഹചര്യങ്ങൾ വരും. അതിനെ തന്മയത്വത്തോടുകൂടി കൈകാര്യം ചെയ്യുന്നത് നന്നായിരിക്കും. രാഷ്ട്രീയ രംഗത്ത് പൊതുജന പിന്തുണ വർദ്ധിക്കും. കലാ സാഹിത്യ രംഗങ്ങളിൽ പ്രവർത്തിക്കുന്നവർക്ക് അംഗീകാരവും പ്രോത്സാഹനവും പുതിയ അവസരങ്ങളും ലഭിക്കും. നേത്ര സംബന്ധമായ അസുഖങ്ങൾ വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ആരോഗ്യസ്ഥിതി മെച്ചപ്പെടുമെങ്കിലും കുടുംബത്തിൽ സ്വസ്ഥത, കുടുംബാസ്വാസ്ഥ്യം വരാനുള്ള സാധ്യത കാണുന്നു. പ്രത്യേകം കരുതിയിരിക്കുക. ചതിവ് പറ്റാതിരിക്കുവാൻ, സ്നേഹിതരിൽ നിന്നും വിശ്വസിച്ചവരിൽ നിന്നും ചതിവ് പറ്റാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. സഹോദരങ്ങളുടെ കാര്യങ്ങളിൽ ഇടപെട്ട് അഭിപ്രായ ഐക്യം നിലനിർത്തി കൊണ്ടുപോകുവാൻ ശ്രമിക്കും. പുതിയ സുഹൃത്ത് ബന്ധങ്ങൾ സ്ഥാപിതമാവും. പുതിയ വാഹനം വാങ്ങുന്നതിനുള്ള അവസരവും വന്നു ചേരും. ഗ്രഹം മോടി പിടിപ്പിക്കുകയും ബന്ധുജനങ്ങൾക്ക് അനുകൂലമായ ഒരു സമ്മേളനം അല്ലെങ്കിൽ മാതൃബന്ധുക്കളുമായി ഒരു തീർത്ഥയാത്രയോ അല്ലെങ്കിൽ ഒരു ആത്മീയമായ ഒരു യോഗങ്ങളിലൊക്കെ പങ്കുചേരുന്നതിനുള്ള സാഹചര്യം ഉണ്ടാക്കും. സത്യനാരായണ പൂജയൊക്കെ അതിലൊക്കെ പങ്കെടുക്കാനുള്ള സാഹചര്യം, അല്ലെങ്കിൽ അയ്യപ്പൻ പാട്ട് അതിലൊക്കെ പങ്കെടുക്കാനുള്ള ഒരു സാഹചര്യം വന്നു ചേരും. തടസ്സപ്പെട്ട് കിടന്നിരുന്ന കാര്യങ്ങളെല്ലാം ഒന്നൊന്നായി നിവൃത്തിസ്ഥാനത്ത് കൊണ്ടുവരുവാൻ സാധിക്കും. പൊതുവെ അല്പം പ്രയാസമുണ്ടെങ്കിൽ പോലും എല്ലാം ശുഭപ്രതീക്ഷയോടെ മൂകാംബിക ദേവിയുടെ അനുഗ്രഹത്താൽ ധർമ്മശാസ്താവിനെ പ്രാർത്ഥിച്ചുകൊണ്ട്, വിഷ്ണുമായ സ്വാമിയെ പ്രാർത്ഥിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ ജീവിതം ഈ ദിവസം കൂടുതൽ അർത്ഥപൂർണമായി തീരുന്നതാണ്. തുലാരാശിക്കാരെ സംബന്ധിച്ചിടത്തോളം പുതിയ തൊഴിൽ സംരംഭങ്ങളിൽ ഏർപ്പെട്ട് വിജയിക്കുവാനുള്ള സാധ്യത കാണുന്നു. ബിസിനസ്സിൽ സാമ്പത്തിക നേട്ടം വരുമെങ്കിലും അല്പം നഷ്ടവും കൂടി പ്രതീക്ഷിക്കാം. ലാഭം പ്രതീക്ഷിച്ചിരുന്ന സ്ഥലത്ത് നിന്ന് അല്പം ധനനഷ്ടം വന്നു ചേരാനുള്ള യോഗം കാണുന്നു. വിദ്യാർത്ഥികൾക്ക് അനുകൂലമായ സാഹചര്യം വന്നു ചേരും. അർദ്ധ സർക്കാർ സ്ഥാപനങ്ങളിൽ പ്രവർത്തിക്കുന്നവർക്ക് അവരുടെ ജോലിയിൽ അല്പം ആശങ്ക പടർന്നു പിടിക്കുന്നതാണ്. സ്ഥാപനങ്ങൾ പൂട്ടുന്ന ഒരു സാഹചര്യത്തിലേക്ക് വരികയും ജോലി നഷ്ടത്തിനുള്ള ഒരു സാധ്യതയും തെളിഞ്ഞു വരുന്നതാണ്. വിദേശയാത്രാ പരിശ്രമങ്ങൾക്ക് ഒരു പരിധിവരെ വിജയ സാധ്യത കാണുന്നു. ദേവീക്ഷേത്രത്തിൽ ആരോഗ്യസ്ഥിതി അത്ര മെച്ചമായിരിക്കുകയില്ല. ശാരീരികമായ അലച്ചിലുകൾ വന്നു ചേരും. കുടുംബത്തിൽ സ്വസ്ഥതയും സമാധാനവും നിലനിർത്തുവാൻ വളരെ രമ്യതയോടെ പ്രവർത്തിക്കേണ്ടിയിരിക്കുന്നു. അന്യരിൽ നിന്നും ആശ്വാസവചനങ്ങൾ ലഭിക്കും. സ്നേഹിതന്മാരിൽ നിന്നും ബന്ധുജനങ്ങളിൽ നിന്നും സഹായ സഹകരണങ്ങൾ പ്രതീക്ഷിക്കാം. വാഹനം കൈകാര്യം ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. സന്താനങ്ങളുടെ വിവാഹ കാര്യത്തിലും തീരുമാനങ്ങൾ ഉണ്ടാകാം. തീർത്ഥയാത്രയ്ക്ക് അവസരം വന്നു ചേരും. കൃഷി ചെയ്യുന്നതിനുള്ള പുതിയ പദ്ധതികൾ ആസൂത്രണം ചെയ്യും. ഷെയർ മാർക്കറ്റിലൊക്കെ അല്പസ്വല്പം ധനം ലഭിക്കുന്നതാണ്. ചെറിയ രീതിയിലുള്ള ലോട്ടറി ഭാഗ്യവും പ്രതീക്ഷിക്കാം. രാശിനാഥയായ മഹാലക്ഷ്മിയെ പ്രാർത്ഥിക്കുന്നതോടൊപ്പം വരാഹി ദേവിയെ കൂടി പ്രാർത്ഥിക്കുകയും ധർമ്മശാസ്താവിന് നീരാഞ്ജനം തെളിക്കുകയും വിഷ്ണുമായ സ്വാമിയൊക്കെ പ്രാർത്ഥിക്കുമ്പോൾ എല്ലാവിധ ഐശ്വര്യവും നിലനിന്ന് കിട്ടും. വൃശ്ചിക രാശി ആരോഗ്യസ്ഥിതി തൃപ്തികരമായി തുടരും. ഉത്സാഹവും പ്രതീക്ഷയും കൈവരുന്ന സമയമാണ്. ലക്ഷ്യമില്ലാതെ അലഞ്ഞു തിരിഞ്ഞ് നടന്നവർക്ക് ഒരു ആശ്വാസം, ദിശാബോധം വരുന്ന ദിവസമാണ്. ആരുടെയെങ്കിലും മാർഗനിർദ്ദേശത്താൽ ഉദ്ദേശിക്കുന്ന രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. കുടുംബത്തിൽ സ്വസ്ഥതയും സമാധാനവും വന്നു ചേരും. ക്രയവിക്രയ രംഗത്ത് അല്പം ലാഭം പ്രതീക്ഷിക്കാം. പണച്ചിലവുകൾ വർദ്ധിക്കുമെങ്കിലും ഒന്നിലേറെ ധനസ്രോതസ്സുകൾ ഉണ്ടാകും. സ്നേഹിതരുടെ വേർപാടിൽ അല്പം വിഷമിക്കേണ്ടതായി വരും. അയൽവാസികളുമായി കലഹമുണ്ടാവാതിരിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കണം.
അപകട ദുരിതങ്ങൾ ആവർത്തിക്കാതിരിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഗ്രഹനിർമ്മാണ പ്രവർത്തനങ്ങളിൽ സ്തംഭനം വന്നു ചേരും. സന്താനങ്ങളുടെ വിവാഹാലോചനകളിൽ ഒരു തീരുമാനമുണ്ടാകും. പ്രണയകാര്യങ്ങളിൽ പ്രണയ സാഫല്യമുണ്ടാകുന്ന ദിവസമാണ്. രോഗദുരിതങ്ങൾക്ക് ശമനവും വന്നു ചേരും. മുടങ്ങിക്കിടന്നിരുന്ന കാര്യങ്ങൾ ഒന്നൊന്നായി പൂർത്തീകരിക്കുന്നതിനുള്ള ശ്രമം വിജയിക്കും. ബിസിനസ്സിൽ അല്പം ലാഭം പ്രതീക്ഷിക്കാവുന്നതാണ്. വല്ലാത്ത ഒരു ക്ഷതപതന സന്ദർഭങ്ങളെ അതിജീവിക്കാൻ, അതായത് പെട്ടെന്നുള്ള വീഴ്ചയിൽ കൈത്താങ്ങായി സുഹൃത്തുക്കൾ വന്നു ചേരുകയും അവരുടെ സഹായത്താൽ ആ പതന ഭീതി മാറിക്കിട്ടുകയും ചെയ്യും. എല്ലാം ശുഭമായി തീരുന്നതിന് ഭദ്രകാളി അമ്മയെ പ്രാർത്ഥിക്കുന്നതോടൊപ്പം ധർമ്മശാസ്താവിനെ കൂടെ പ്രാർത്ഥിക്കുക. കുടുംബ പരദേവതയ്ക്ക് ദീപം തെളിച്ച് പ്രാർത്ഥിക്കുക. വരാഹി അമ്മയെ പ്രാർത്ഥിക്കുക. ധനുരാശി. ആരോഗ്യസ്ഥിതി സാമാന്യ മെച്ചമായിരിക്കും. തൊലിപ്പുറത്തുള്ള അസ്വസ്ഥങ്ങൾ വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ചൊറിച്ചിലോ പൊള്ളൽ പോലെയൊക്കെ വരാനുള്ള സാധ്യതയുണ്ട്. ആത്മീയ കാര്യങ്ങൾക്ക് വേണ്ടി പണച്ചിലവുകൾ വർദ്ധിക്കും. ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നത്, നാഗദേവതകൾക്ക് നുറുമ്പാല് സമർപ്പിക്കുന്നത്, അതുപോലെ തന്നെ വരാഹി ദേവിയെ പ്രാർത്ഥിക്കുന്നതൊക്കെ ആരോഗ്യ പ്രശ്നങ്ങളും അതുപോലെ തന്നെ വിക്രയ രംഗത്ത് വന്നു ചേരാവുന്ന മാന്ദ്യം ഒക്കെ മാറ്റുന്നതിനും സഹായകമാകും. കുടുംബത്തിൽ സ്വസ്ഥതയും സമാധാനവും വന്നു ചേരും. സാമ്പത്തിക സ്ഥിതി തൃപ്തിപരമായിരിക്കുന്നതിന് വേണ്ടി കഠിനാധ്വാനം ചെയ്യേണ്ടതായി വരും. വിദ്യാർത്ഥികൾക്ക് പഠിപ്പിൽ പ്രത്യേക പരിഗണന ലഭിക്കും. ഇഷ്ടവിഷയങ്ങൾ പഠിക്കുന്നതിനുള്ള സാധ്യതകൾ വന്നു ചേരും. നീന്തൽ അതുപോലെ തന്നെ മറ്റ് കായിക രംഗങ്ങളിൽ ശോഭിക്കുന്നതിനുള്ള സാധ്യത കാണുന്നു. നിഗൂഢ ശാസ്ത്രങ്ങൾ വഴി നേട്ടമുണ്ടാകും. ഭാവി കാര്യങ്ങളെക്കുറിച്ച് വ്യക്തമായി തീരുമാനമെടുക്കുവാനുള്ള സാധ്യതയുണ്ട്. പ്രണയബന്ധങ്ങൾ വിജയത്തിൽ കലാശിക്കും. സിനിമാ രംഗത്തും അഭിനയ രംഗത്തും സോഷ്യൽ മീഡിയയിലും ഒക്കെ പ്രവർത്തിക്കുന്നവർക്ക് ആശ്വാസമായ പല സന്ദർഭങ്ങളും ഉണ്ടാകും. അവരുടെ പ്രവർത്തനങ്ങളെ അംഗീകരിച്ചുകൊണ്ടുള്ള അറിയിപ്പുകൾ ലഭിക്കും. അല്പധന ലാഭവും പ്രതീക്ഷിക്കാം. രാശിനാഥനായ മഹാവിഷ്ണുവിനെ പ്രാർത്ഥിക്കുന്നതോടൊപ്പം ശനീശ്വരനെ കൂടി പ്രാർത്ഥിക്കുന്നത്, ധർമ്മശാസ്താവിന് നീരാഞ്ജനം തെളിക്കുന്നതൊക്കെ ഗുണഫലങ്ങൾ നിലനിർത്തി കിട്ടുന്ന സഹായകമാകും. മകരം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം വിദ്യാർത്ഥികൾക്ക് അനുകൂലമായ പഠനത്തിനുള്ള സാധ്യതകൾ തെളിഞ്ഞു വരികയും ഇഷ്ടവിഷയങ്ങൾ തിരഞ്ഞെടുക്കുന്നതിനുള്ള ഒരു സാധ്യതയും വന്നു ചേരും. പഠനേതര പ്രവർത്തനങ്ങൾക്ക് കൂടുതൽ സാഹചര്യം തെളിഞ്ഞു വരുന്നതാണ്. കോടതി വിധികൾ അനുകൂലമാവും. വിവാഹകാര്യങ്ങളിൽ തീരുമാനമുണ്ടാകും. പൊതുജന പിന്തുണ വർദ്ധിക്കും. വാഹന സംബന്ധമായ പൊരുത്തക്കേടുകൾ ഒഴിവായി കിട്ടും. വിദേശയാത്രാ പരിശ്രമങ്ങൾക്ക് വിജയം കണ്ടെത്തും. അപ്രതീക്ഷിതമായ ഭാഗ്യാനുഭവങ്ങൾ വന്നു ചേരും. തൊഴിൽ രംഗം മെച്ചപ്പെടും. സർക്കാർ ജീവനക്കാർക്ക് അംഗീകാരവും പ്രോത്സാഹനമൊക്കെ ലഭിക്കുന്ന ഒരു ദിവസമാണ്. നാഗദേവതകൾക്ക് യഥാശക്തി വഴിപാട് കഴിക്കുന്നത് വളരെ നന്നായിരിക്കും. ശനീശ്വരനെ പ്രാർത്ഥിക്കുന്നതും രാശിനാഥനായ ധർമ്മശാസ്താവിന് നീരാഞ്ജനം തെളിക്കുന്നത്, കറുപ്പോ കരിനീലയോ വസ്ത്രം ധരിക്കുന്നത്, അന്നം ദാനം ചെയ്യുന്നത്, അതുപോലെ ക്ഷേത്ര ദർശനം നടത്തി നെയ്ദീപം തെളിക്കുന്നതൊക്കെ ഗുണഫലങ്ങൾ വർദ്ധിപ്പിക്കുകയേ ഉള്ളൂ. കുംഭൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ദാമ്പത്യ സൗഖ്യം കുറയും. ദൈവാധീനം അല്പം കുറഞ്ഞു വരുന്ന സമയമാണ്. ആരോഗ്യസ്ഥിതിയും അല്പം വഷളാകുന്നതാണ്. വിദേശ ധനസമ്പാദനം സാധ്യമാകും. പുതിയ വാഹനം വാങ്ങുന്നതിനുള്ള അവസരം വന്നു ചേരും. ബന്ധുജന ഗുണം പ്രതീക്ഷിക്കാം.
ഗ്രഹം നിർമ്മാണ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ട് ധനനഷ്ടം വരുന്നതിനുള്ള സാധ്യത കാണുന്നു. ഗ്രഹം മോടിപിടിപ്പിക്കുന്നതിനുള്ള സാധ്യതയും വന്നു ചേരും. രോഗദുരിതങ്ങൾക്ക് ശമനം കണ്ടു തുടങ്ങും. മുടങ്ങിക്കിടന്നിരുന്ന കാര്യങ്ങൾ പുനരാരംഭിക്കുന്നതിനുള്ള ആലോചനയുണ്ടാകും. കാര്യവിജയം ഉറപ്പാക്കും. വിവാഹ കാര്യങ്ങളിൽ അല്പം കൂടി കാത്തിരിക്കേണ്ടതായി വരും. അപകട ദുരിതങ്ങളിൽ നിന്നും ഈശ്വരാധീനത്തിൽ രക്ഷ പ്രാപിക്കും. വിദേശയാത്രാ പരിശ്രമങ്ങളുടെ കാര്യത്തിൽ ഒരു തീരുമാനമുണ്ടാകും. ബിസിനസ്സിൽ അല്പം ലാഭം പ്രതീക്ഷിക്കാം. ആഗ്രഹങ്ങൾ പലതും സഫലീകരിക്കും. ദൈവിക കാര്യങ്ങൾക്കായി കൂടുതൽ സമയം ചിലവഴിക്കും. സർക്കാർ ജീവനക്കാർക്ക് അനുകൂലമായ സാഹചര്യങ്ങൾ വന്നു ചേരുകയും രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് പൊതുജന പിന്തുണയും ലഭിക്കും. രാശിനാഥനായ ശനീശ്വരനും ശാത്തൻ സ്വാമിമാരെ പ്രാർത്ഥിക്കുക, വിഷ്ണുമായ സ്വാമിയെ പ്രാർത്ഥിക്കുക, അതുപോലെ തന്നെ ധർമ്മശാസ്താവിന് നീരാഞ്ജനം തെളിക്കുന്നത്, അതുപോലെ ഹനുമാൻ സ്വാമിയെ പ്രാർത്ഥിക്കുന്നത്, വരാഹി ദേവിയെ പ്രാർത്ഥിക്കുന്നതൊക്കെ ഗുണഫലങ്ങൾ വർദ്ധിപ്പിക്കുന്നതിന് സഹായകമാകും. മീനൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ബന്ധുജന ഗുണമുണ്ടാകും. സ്നേഹിതന്മാരിൽ നിന്നും അപ്രതീക്ഷിതമായ സഹായ സഹകരണങ്ങൾ പ്രതീക്ഷിക്കാം. കുടുംബസ്വത്തിൻ്റെ കാര്യത്തിൽ തീരുമാനമുണ്ടാകും. ഔദ്യോഗിക രംഗത്ത് കൂടുതൽ ഉത്തരവാദിത്വങ്ങൾ ഏറ്റെടുക്കേണ്ടതായി വരും. വിലപ്പെട്ട സാധനങ്ങൾ മോഷണം വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. വിവാഹാലോചനകൾ വിജയത്തിലെത്തും. സഞ്ചാരക്ലേശം കുറയും. പൊതുജന പിന്തുണ ലഭിക്കും. സിനിമാ രംഗത്തും സോഷ്യൽ മീഡിയയിലുമൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് പുതിയ പുതിയ അവസരങ്ങൾ വന്നു ചേരും. തീർത്ഥാടനത്തിനുള്ള സാഹചര്യം ലഭിക്കും. തീർത്ഥാടനങ്ങൾ സംഘടിപ്പിക്കുന്നതിനുള്ള യോഗം കാണുന്നു. ഗുരുക്കന്മാരുമായി കൂടിയാലോചിച്ചുകൊണ്ട് ദൈവീക കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതിന്, പ്രഭാഷണങ്ങളിലൊക്കെ പങ്കെടുക്കുന്നതിന്, അതുപോലെ തന്നെ ദാനധർമ്മങ്ങൾ ചെയ്യുന്നതിനൊക്കെയുള്ള യോഗം ഉണ്ടാകുന്നു. രാഷ്ട്രീയ രംഗത്ത് പൊതുജന പിന്തുണ വർദ്ധിക്കും. ബിസിനസ്സിൽ സാമ്പത്തിക ലാഭമുണ്ടാകും. ഒന്നിലേറെ കാര്യങ്ങൾ ഒരേ സമയം ചെയ്യുന്നതിനും അതുവഴി അല്പം സ്ഥാനവും മാനവും ധനസമ്പാദനത്തിനുമുള്ള മാർഗങ്ങൾ തെളിഞ്ഞു വരും. നാഗദേവതകൾക്ക് നൂറുംപാലും കഴിക്കുന്നതും വരാഹി ദേവിയെ പ്രാർത്ഥിക്കുന്നതും രാശിനാഥനായ മഹാവിഷ്ണുവിനെ പ്രാർത്ഥിക്കുന്നതും ശനീശ്വരന് ദീപം തെളിച്ച് പ്രാർത്ഥിക്കുന്നതുമെല്ലാം ഗുണഫലങ്ങൾ വർദ്ധിക്കും. ജന്മശനി കാലമായതുകൊണ്ട് നീലയോ കറുപ്പോ വസ്ത്രം ധരിച്ച് പ്രാർത്ഥനകൾ ചെയ്യുന്നത് കൂടുതൽ ഉത്തമമായിരിക്കും. 27 നക്ഷത്രക്കാർക്കും എല്ലാവിധ സൗഭാഗ്യങ്ങളും ഈ ശനിയാഴ്ച ഉണ്ടാകട്ടെ. ഒരു നല്ല ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.